ഗൈസ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാം. പ്ലെയിൻ മന്തിയാണ് ഗൈസ്, എന്താ അധികം ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിലേക്കുള്ള മസാല എല്ലാം നമ്മളൊന്ന് റെഡിയാക്കാം. ഓക്കെ, ചിക്കനിലേക്കുള്ള ആദ്യമായിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും, കുരുമുളകാണ് ഗൈസ്, പൊടിച്ചത് ഇടുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 2 സ്പൂണ് ഒന്ന് ഇട്ട് കൊടുക്കണം ഗൈസ്. ജീരകത്തിൻ്റെ മണം നല്ലൊരു മന്തിയിൽ മുന്നിട്ട് നിൽക്കാനുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല നല്ലോണം ഇട്ട് കൊടുക്കണം ഗൈസ്. പിഷ്ക്ക് കാണിക്കരുത് കേട്ടോ. പിന്നെ മന്തി മസാല ഗൈസ്, ഇത് നല്ല മന്തി മസാല നമ്മൾ എടുക്കണം. അറേബ്യൻ മന്തി മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ മന്തി മസാല നല്ലോണം ഇട്ട് കൊടുക്കണം. മന്തി മസാലയിലും പിന്നെ മാഗി ക്യൂബിൽ തന്നെയാണ് മന്തിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ വരുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ. പിന്നെ മാഗി ക്യൂബ്, അത് 2 സ്റ്റിക്ക്, ഒരു ക്യൂബ് ഇത് വന്ന് 2 സ്റ്റിക്ക് ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. 2 ക്യൂബ് നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ക്യൂബിലെല്ലാം ഇരിക്കുന്നത് ചിക്കനിലേക്ക് ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിങ്ക് സാൾട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെയല്ലേ ഗൈസ്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരത്തിന്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നത്, റെഡ് കളർ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഗൈസ്. ആവശ്യമുള്ള മാത്രം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം മതിയാവും. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ ഒന്നും ഇടാൻ കഴിയില്ല, പാം ഓയിൽ അത് ഇടാം. ഓക്കെ, ഓയിൽ തന്നെയാണ് ചിക്കൻ വേവേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മസാലകളെല്ലാം ക്യൂബെല്ലാം പൊടിയാക്കി കൊടുക്കണം. പിന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെയല്ലേ ഗൈസ്, ചിക്കന് കുറവും ഇതിലേക്ക് ഇടുന്ന ചോറ് റൈസ് കൂടുതലെല്ലാം എടുത്തെങ്കിൽ ഇതിൽ മന്തിൻ്റെ ടേസ്റ്റ്, മസാല നമുക്ക് ടേസ്റ്റ് റൈസിലേക്ക് പിടിച്ചൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നുണ്ട് അത്ര റൈസ് ഇട്ടെങ്കിൽ മതി. അധികം റൈസ് ഒന്നും ഇടാൻ കഴിയില്ല. ഇതിലേക്ക് ആവശ്യമുള്ള ഇപ്പം ഇതിലേക്ക് ഇത്ര ചിക്കൻ, പിന്നെ ഒരു 10 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കിലോ അരി ആവും നല്ല ടേസ്റ്റിൽ വരണമെങ്കിൽ. നല്ല മന്തിൻ്റെ നല്ല റൈസ് എടുക്കണം ഗൈസ്, മന്തി റൈസ് തന്നെ എടുക്കണം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഇല്ലെങ്കിലെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് സെറ്റാക്കണം. ഇതൊന്ന് അരമണിക്കൂർ നമുക്ക് മൂടിയിട്ട് വെക്കാം. വേവിക്കാൻ ഇടണ്ട, അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചത്ര അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. എനിക്ക് ഇപ്പോൾ വേവാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു സൈഡ് ആയിക്കോട്ടെ, നമ്മൾ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു സൈഡ് നല്ല ഫ്രൈ ആയിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. സ്ലോ തീരെ വെച്ചിട്ട് ഫ്രൈ ആക്കി വെക്കാൻ മതി. പിന്നെ ഈ ഓയിൽ എല്ലാം ഉണ്ടാകുന്നല്ലേ മസാലേൻ്റെ, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചോറ് മിക്സ് ആക്കുന്നത്. ഞാൻ കാണിച്ചാൽ അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ടാകും. നല്ല ഫ്രൈ ആയിട്ട് ടേസ്റ്റ് ഇരിക്കണം ഗൈസ് ചിക്കൻ. അപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടെല്ലാം മാറ്റാം. ഓക്കെ, ഞാൻ ഈ റൈസാണ് എടുത്തിട്ടുള്ളത്, മന്തി റൈസ്. നമുക്ക് വെക്കാൻ പറ്റും, നമുക്ക് എടുത്തിടാൻ കാണിച്ചു തന്നാൽ മാത്രമേ ഈ റൈസ് എന്ന് പറഞ്ഞു മന്തി റൈസ്. ഓക്കെ, നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ആയതെല്ലാം കരിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ വിചാരിക്കണം, ഇത് വീഡിയോയിൽ കാണുന്ന മാത്രം. ഇനി നമുക്ക് ഇതിൻ്റെ ചട്ടി ഉണ്ടല്ലോ ഗൈസ്, ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, റൈസ് വന്നിട്ടുണ്ട്. ഗരം മസാല, റെഡി ഗരം മസാല ഉണ്ടല്ലേ, അത് പൊടിക്കാത്ത പട്ടാത്ത ഇതെല്ലാം ഉള്ളത്, അതെല്ലാം ഇട്ടിട്ട് വേവിച്ചതാണ്. നമ്മൾ റൈസ് നോക്കിയിട്ട് വേണോ മസാല ഉള്ള എത്ര ഇട്ട് കൊടുക്കണോ. ഇത് ഗൈസ് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് റൈസ് കുറച്ചും കൂടെ ഇടാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തത് നമുക്കെല്ലാം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ വന്നില്ല ഞാൻ ചോറെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ഫ്രൈ ആയ അതിൻ്റെ ഇതിലൊന്ന് എല്ലാം ആ മസാല ഒന്ന് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് കുത്തിയിട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ചിക്കൻ ഇട്ട് വെച്ചിട്ട് പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് സ്മോക്ക് ചെയ്യാൻ വെക്കാം, അതായത് പുകയിടാം. ഒരു ഷർട്ട് കത്തിച്ചിട്ട് പുകയിട്ടിട്ട് ദമ്മിൽ വെക്കാം. ഓക്കെ, നമ്മൾ ദമ്മിലിടാൻ വെച്ചിട്ടുണ്ട് സ്മോക്കി ആക്കാൻ. ഒരു ഷർട്ട് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് തീർപ്പിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. നല്ല സ്മോക്കി വരുന്നതാണ് ഗൈസ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഓക്കെ, സ്ലോ തീയിലാണ് വെച്ചിട്ടുള്ളത്. മന്തിക്ക് ചട്നി തയ്യാറാക്കുന്നത്. അതിലേക്ക് തക്കാളി എടുത്തിട്ടുണ്ട് 2, പിന്നെ കുറച്ച് പുളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 2 ഇല വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം നീരുള്ളി, സവാള, ഇതെല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി റെഡി ആയി. 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, സ്മോക്ക് എല്ലാം പോയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യണോ, പിന്നെ ഇതിലെടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ എമ്മി ടേസ്റ്റി ചിക്കൻ മന്തി എന്നും ആവശ്യമില്ല. ക്യാപ്സി ഇട്ടിട്ട് മല്ലിച്ചപ്പ് പ്ലെയിൻ മന്തി ഗൈസ്. ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് അപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും, കമൻറ്റ് ചെയ്യണോ ഗൈസ്. നമുക്ക് നമ്മളെ പിള്ളേരിൽ നിന്ന് കുട്ടികളിൽ നിന്ന് കേട്ടോ ഈ ടേസ്റ്റ് എങ്ങനെയുണ്ട്. അവരെ പറഞ്ഞേക്കല്ല, ഞാൻ പറയുന്ന കേട്ടി എമ്മീന്നല്ലോ, അവരെ കേട്ട് നോക്കാം. ഓക്കെ, മന്തി ടേസ്റ്റ് ഉണ്ടോ നോക്കുമായിരിക്കും. ഞാൻ ഇപ്പോൾ നോക്കണം. ചട്നി കൂട്ടിക്കോ, ടൊമാറ്റോ ചട്നി. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ, അടിപൊളി. ചിക്കനെല്ലാം ചിക്കനെല്ലാം നല്ല ബന്ധിട്ട് ഇതാ ഇങ്ങനെ കട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ.